ഹലോ സുഹൃത്തുക്കളെ, ചോലി അബ്ദുള്ള എന്ന് പറയുന്ന മൗലവി, ഇയാൾ തനിച്ച വർഗീയതയും തീവ്രതയും പറയുന്ന ഒരു വ്യക്തിയാണെന്നും മുസ്ലിം പള്ളികളൊക്കെ സുന്നി പള്ളികളൊക്കെ അമ്പലം പോലെയാണെന്നും അവിടുത്തെ ഉസ്താദന്മാർ പൂജാരിമാരുമാണെന്ന് പറഞ്ഞ വ്യക്തി, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞും മരിച്ചു വീണാലും ജൂതൻ അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ ഈ കളിയാടിയാലും അവിടെ എന്ത് ചെയ്യരുത്, ഹമാസിൻ്റെ കയ്യിൽ ഭരണം വരരുത് എന്ന് ഉച്ചേശ്വരം പ്രഖ്യാപിച്ച ചോലി അബ്ദുള്ള മൗലവി ഇപ്പോൾ ഈ ഫലസ്തീനിൽ ജൂതന്മാർ വിജയിക്കുകയും ഫലസ്തീനികൾ പരാജയപ്പെടാനുള്ള കാരണം കൂടി വ്യക്തമാക്കി ഒരു പുതിയ വീഡിയോ ഇറക്കിയിട്ട് വർഗീയത ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഈ ചവറ് ഒന്നുകൂടി ജനങ്ങളിലേക്ക് നിർഗളിക്കുന്നത് ഞാൻ കേട്ടു. എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള മുഴുവൻ ജാറ വ്യവസായവും നിർത്തണം, എന്നാലേ ഫലസ്തീനിൽ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഒരു നല്ലൊരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ, അല്ല ഞാൻ റബ്ബ് കേൾക്കൂല അന്ന ദേഷ്യത്തിലാണെന്ന്. യുക്തിവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നാരോ ഓരോ വടികൾ ഇട്ട് കൊടുക്കല്ലേ ഇയാൾ. അള്ളാഹ്ക്കറിയില്ല എല്ലാവരും കൂടിയാണ് മുസ്ലിം ആക്കൽ എന്ന് യുക്തിവാദികൾ ചോദിച്ചാൽ, ഇത്തരം നീചവും നികൃഷ്ടവും മോശവുമായ ആൾ, ഒരു പണ്ഡിത വേഷധാരി, വലിയൊരു പ്രായമുള്ള ഒരാൾ, 10-70 വയസ്സേ ഉണ്ടാവും ഇയാൾക്ക്, നല്ല തലീകെട്ടൊക്കെ കിട്ടിയിട്ട്, തലീകെട്ട് കെട്ടത് സുന്നത്തോ ഒന്നുമില്ല വെയിലുള്ളതിനാണെന്ന് പറയും ചെയ്യും. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇയാൾ വലിയ പണ്ഡിതനാണെന്ന് കരുതിക്കോട്ടെ എഴുതിയാണ്ട്, തലീകെട്ട് കണ്ടാലല്ലേ പണ്ഡിതൻ എന്ന് കരുതുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാം. ജാറ വ്യവസായം കൊണ്ടാണോ ഫലസ്തീനിലിപ്പം ഫലസ്തീനികളെ അനുഭവിക്കുന്നത്? ചിലപ്പോൾ ഈ ചങ്ങായിൻ്റെ ദുആ കൊണ്ടായിക്കൂടെ. ഈ ചങ്ങായി പ്രാർത്ഥിച്ചില്ല എന്ത്, അവസാനത്തെ അമാസും എന്താണ്, അവിടെ നിന്ന് മരിച്ചു വീണാലും ജൂതന് അവിടെ കളിയാടിയാലും എന്ത് ചെയ്യരുത്, അമാസിന് ഭരണം കൊടുക്കരുത് എന്ന പോലെ അമാസ് വിജയിക്കരുത് എന്ന് ഇയാൾ പറഞ്ഞില്ലേ. ഇതാണ് തൗഹീദിൻ്റെ മുവഹിദീങ്ങളെ അഭിപ്രായം എന്ന് ഇയാൾ സ്വന്തം അഭിപ്രായം പറഞ്ഞാണ്ട് മുവഹിദീങ്ങളെ മേലെ എല്ലാവരും മേലെ വെച്ച് കിട്ടല്ലേ ചെയ്തത്. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ വേദി കൊടുത്ത് പ്രസംഗിക്കുന്ന ആൾക്കാർ തൊലിക്കട്ടിയെ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആ ജനങ്ങൾ ഭക്ഷണമല്ലാതെ, ഇപ്പം ഇന്നലെ ഞാനൊരു കുട്ടി കാലിൻ്റെ വിരൽ പിടിച്ച് ചെയ്യുമ്പോൾ എല്ലാം തോലുമായ ഒരു കുട്ടി രോഗശയ്യയിൽ ഈ ആസ്പത്രിയിൽ വെച്ച് കണ്ട് ഒന്നും കഴിക്കാനില്ലായിട്ടേ, അവർക്ക് തൊള്ളയിൽ വെച്ച് കൊടുക്കാനൊരു സാധനമില്ല, എന്നിട്ട് മറ്റൊരു കുട്ടീൻ്റെ കാല് ചെയ്യുമ്പോൾ അതൊന്ന് ഈ ചൊയലിക്കുന്ന എത്രയ്ക്ക് ഇയാളെ ഹൃദയം ഈ മരവിച്ചു പോയി, അതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കടുത്തു പോയി. ഫൈന മിനൽ ജാറത്തി ലമാ യതഫജ്ജറു മിനൽ അൻഹാർ ഫൈന മിൻഹ ലമാ യശഖഖു എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കല്ല് അള്ളാനെ ഭയപ്പെട്ട് കണ്ടേ കൂട്ടുകൂടാ ഉതിർന്നു പോകും പർവ്വതത്തുനിന്ന്. ഇതുപോലെ വെള്ളം കണ്ണുനീര് കാരണം വെള്ളമൊക്കെ പുറപ്പെടുവിക്കും. ഇത്രയും ഒരു കട്ടിയുള്ള ഹൃദയമായി ചൊയലിക്കൊക്കെ മുണ്ടാതിരുന്നൂടെ? പ്രായമുള്ള കാലത്ത് തസ്ബീഹും ദിക്റും ചൊല്ലി ഒരു സ്ഥലത്ത് കുത്തിർന്നാൽ അയാളെ ഈമാനെങ്കിലും രക്ഷിക്കുക. ഇത് മൊത്തത്തിൽ എല്ലാവരെയും ഓരോന്ന് പറഞ്ഞ് വസ്വാസാക്കിയിട്ട്